ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണ്. ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതായി കാണുന്നു. ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായി കാണുന്നു. ചില കാര്യങ്ങൾ ബാലൻസിങ്ങൾ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു. ചില സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായി കാണുന്നു. വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. അത് നിങ്ങളെ ഒരുപക്ഷെ വേദനിപ്പിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ മാസം എൻ്റെ വ്യൂസിന് ഉയർച്ച ഉണ്ടാകുമോ? ഈ മാസം എൻ്റെ വ്യൂസിന് സാമ്പത്തികമായും ജോലി സംബന്ധമായും ഉയർച്ച ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായും ജോലി സംബന്ധമായും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്, വിജയമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇപ്പോൾ മനസ്സ് ഒരുപാട് വേദനിക്കുന്നത്, ആ സിറ്റുവേഷനിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ? 3 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എതിരായിട്ട് ചില വ്യക്തികൾ ഗൂഢാലോചന നടത്തുന്നതായി കാണുന്നു. സാമ്പത്തിക സിറ്റുവേഷനിലാണെങ്കിൽ തന്നെയും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും. നിങ്ങൾക്ക് എതിരായിട്ട് ചില വ്യക്തികൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അതെല്ലാം, അവരുടെ പ്ലാനുകളെല്ലാം പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, എങ്കിൽ പോലും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കും. കുറച്ച് തടസ്സങ്ങൾ ചില തേർഡ് പാർട്ടികൾ വരുത്തുന്നതെങ്കിലും അതെല്ലാം മാറി നിങ്ങൾക്ക് വിജയം ലഭിക്കും. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് ഉടൻ സംഭവിക്കാൻ പോകുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ട് ചില കാര്യങ്ങൾ അവസാനിച്ചു എങ്കിൽ, അല്ലെങ്കിൽ ചില സംഭവങ്ങളിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചില പൈസ പരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ റിലേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റക്കായി നിന്നിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഇവിടെ ഒരു സണ്ണ് വരുന്നുണ്ട്, ഒരു സണ്ണിൻ്റെ എനർജി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ന്യൂ ബിഗിനിങ് വരുന്നു. ഇവിടെ നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി ഒരു ഗ്രോത്തിനെയാണ് കാണുന്നത്. എന്ത് വിഷയമാണോ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി നിന്നിരുന്നത്, നിങ്ങളുടെ സൗഹൃദമാകാം, കുടുംബ ബന്ധങ്ങളാകാം, ഓക്കെ, എന്തിലാണോ സ്റ്റക്ക് സംഭവിച്ച് നിന്നിരുന്നത് അത് അവസാനിക്കുന്നു, ഗ്രോത്തിലേക്ക് കുതിക്കാൻ പോകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ജോലി സംബന്ധമായി വരുന്ന മാറ്റം എന്താണ്? ജോലി സംബന്ധമായി വരുന്ന മാറ്റം എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, ജോലി സംബന്ധമായി വരുന്ന മാറ്റം എന്താണ്? ഓക്കെ, നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ജോലി സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പല സ്ഥലങ്ങളിലേക്കും നിങ്ങളുടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോഴൊന്നും മറ്റുള്ളവർക്കെല്ലാം സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതാണ്. 8 നമ്പറാണ് വന്നിരിക്കുന്നത്. ശനി നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ള ഒരു എനർജിയാണ്. സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ ഇത്രയും നാളും പേടിപ്പിച്ചിരുന്നതായിട്ടുള്ള എന്താണോ അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, ജോലി സംബന്ധമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകുമോ? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, സാമ്പത്തിക ഗ്രോത്ത്, ഇപ്പോൾ നിലവിലുള്ള ആ സാമ്പത്തിക സിറ്റുവേഷനിൽ നിന്നും ഉയർച്ച ഉണ്ടാകുമോ? 7 ഓഫ്
വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനെ കാണുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ബ്ലോക്കേജ് ആണ്. ഓക്കെ, ആ ബ്ലോക്കേജിൽ നിന്നെല്ലാം മാറി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലോക്കേജ് ആണ്. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് എങ്ങും പോകാൻ വയ്യാത്ത രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ബ്ലോക്കേജാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊന്നും ഒരു ഗ്രോത്തും നിങ്ങൾക്ക് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓഫർ വരുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് സിറ്റുവേഷൻ ആണോ അത് അവസാനിക്കാൻ പോകുന്നു. സണ്ണിൻ്റെ എനർജി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാമ്പത്തികമായി ഇപ്പം നിലവിൽ ബ്ലോക്കേജ് ആണ് എങ്കിൽ പോലും മാറ്റം നല്ല രീതിയിൽ വരുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിയർ ഫ്യൂച്ചറിൽ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. അധികാരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾ ഇമോഷണലായിട്ട് എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അധികാരം, നിങ്ങളെ മറ്റുള്ളവരെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള നിലയിൽ നിങ്ങൾക്ക് ഉയർച്ച വരുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട്. നിങ്ങളെ പരാജയപ്പെടുത്തിയിരുന്നതായിട്ടുള്ള വ്യക്തികൾ അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയം വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അടുത്ത സമയത്തായി എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വന്ന കാര്യം എന്താണ്? സ്ട്രഗിൾ എന്താണ്? അടുത്ത സമയത്തായി എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വന്ന സ്ട്രഗിൾ എന്താണ്? ഓക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ രോഗസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ഓക്കെ, ഇമ്മച്യൂർ ആയിട്ടുള്ള ചില സിറ്റുവേഷനുകൾ വന്നിരിക്കുന്നതായി കാണുന്നു. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്താത്ത വണ്ണം മാറിപ്പോയതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞു പോയതായി കാണുന്നു. സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടതായി കാണുന്നു. ഓക്കെ, ഒരു ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥയെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതായി കാണുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് പോകുന്നതിൽ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അടുത്ത സമയത്തായി ഉണ്ടായിരിക്കുന്നു. മാനസികമായെന്ന് പറയുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇമ്മച്യൂർ ആയിട്ടുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതേ കാണുന്നു. നിങ്ങളെക്കഴിയും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിട്ടതായി കാണുന്നു. അത് മക്കളാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാം, സൗഹൃദങ്ങളാകാം. ഓക്കെ, അല്ലെങ്കിൽ പ്രായം കൊണ്ട് ഉയർന്നതാണെങ്കിൽ പോലും അവരുടെ ഇമ്മച്വർ, ഒരു കുട്ടികളെ പോലെയുള്ള സ്വഭാവങ്ങൾ, എപ്പോഴും പിണങ്ങുക, ചെറിയ ചെറിയ കാര്യത്തിന് പിണങ്ങുക, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുണ്ടല്ലോ, ഇമ്മച്വറായിട്ട് പ്രവർത്തിക്കുന്ന. ആ ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായതായി കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ അടുത്ത സമയത്തായി അനുഭവിച്ചിരുന്ന സ്ട്രഗിൾ എന്താണ്? ബാലൻസ് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഗ്രോത്ത് നഷ്ടപ്പെട്ടതായി കാണുന്നു. സ്പിരിച്വലായിട്ട് പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ജോലി സംബന്ധമായി ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തതായി കാണുന്നു. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ, ലോസ്റ്റുകൾ സംഭവിച്ചതായി നിങ്ങൾക്ക് ഒരുപാട് ലോസ്റ്റ് സംഭവിച്ചതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത സമയത്തായി സാമ്പത്തികപരമായിട്ടും റിലേഷൻ സംബന്ധമായിട്ടും ഗ്രോത്ത് പരമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ രോഗവുമായി ബന്ധപ്പെട്ട് വീട്ടിലുള്ള ആൾക്കാരുടെ രോഗമായിരിക്കും, പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അസുഖത്തിന് വേണ്ടി നിങ്ങൾ എക്സ്പെൻസ് ഒരുപാട്, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തേണ്ടി വന്നിട്ടുള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്താണ് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? എന്ത് ഗിഫ്റ്റാണ് ഉടൻ ലഭിക്കാൻ പോകുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഹൃദയത്തെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ നിങ്ങൾക്ക് ഓഫറുമായി വരുന്നു. വേദനിപ്പിച്ചത് ചിലപ്പം ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ചത്.
അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടായിരിക്കും വേദനിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സൗഹൃദമായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചത്. ആ വേദനിപ്പിച്ചതിനെല്ലാം അവസാനം വരുന്നു നൈറ്റ് ഓഫ് കപ്പാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കോൾ മെസ്സേജുകൾ വരുന്നു, ചില ഓഫറുകൾ വരുന്നു. നിങ്ങളെ വേദനിപ്പിച്ചതായ വ്യക്തികൾ നിങ്ങളെ കാണുവാൻ വരുന്നതായി കാണുന്നു. ഓക്കെ, ടു ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്യമൊന്നുമില്ലാതെ ഇരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു ലക്ഷ്യം നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു. നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ലഭിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് ലഭിക്കുന്നു. മുന്നോട്ട് ഇനി എങ്ങനെ പോകണം, സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, ആക്ഷൻ എടുക്കാൻ കഴിയാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്, എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് എന്താണ്? എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക ഗ്രോത്ത് ആണ് നിങ്ങളെ തേടി ആദ്യം വരാൻ പോകുന്നത്. പ്രപഞ്ചശക്തി എന്ന് പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജ് കൊണ്ട് സർവ്വതും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സർവ്വതിൻ്റെയും ആധിപത്യം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പൈസ നിങ്ങളുടെ പിറകെ വരുന്ന ഒരു സമയമുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, വിദ്യാഭ്യാസത്തെ അല്ല ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ജ്ഞാനം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ 3 നമ്പറാണ് വന്നിരിക്കുന്നത്, ജൂപ്പിറ്ററിൻ്റെ നമ്പറാണ്. ഓക്കെ, ഗുരുവാണ്. ഓക്കെ, അപ്പം ഈ ഗുരുവിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ഗൈഡൻസിന് നൽകിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളുണ്ട്, ഈ 3 നമ്പറിൽ വരുന്ന വ്യക്തികളുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം ചിലപ്പോൾ അങ്ങനെ കാണത്തില്ല. ചില 9ാം ക്ലാസ് വരെ ആയിരിക്കും പോയിട്ടുള്ളത്, 10ാം ക്ലാസ്സിൽ ഫെയിലായിരിക്കും. എന്നാൽ പോലും ഈ ഫെയിലായിരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള അറിവ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് നോളജ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഗ്രാജുവേഷൻ എടുക്കുക അങ്ങനെ അത് എടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടല്ല, പക്ഷേ എന്നാൽ പോലും അതില്ലാത്ത വ്യക്തികൾക്ക് പോലും നോളജ് ഉണ്ടായിരിക്കും. ആ നോളജിൽ വെച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം അലങ്കരിക്കുവാൻ സാധിക്കുമെന്നാണ്, നിങ്ങൾക്ക് ഗ്രോത്ത് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പം ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർ, പഠിത്തമൊന്നും ഇല്ലാത്തവർ, ഞാനിനി എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങളിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ഇടുമ്പോഴാണ് അത് 100 നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ ഭൂമിയിലേക്ക് ഇടേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിൽ ഇപ്പോൾ എന്തുണ്ട്? ദൈവം ചോദിച്ചത് എന്താണ്? ഇത്രയും ആൾക്കാർ വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം ചോദിച്ചത് എന്താണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നാണ്. ഓക്കെ, നമ്മളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്നാണ് ചോദിച്ചത്, അല്ലാതെ ഫ്രീ ആയിട്ട് നമുക്കൊന്നും തരികയല്ല ചെയ്തത്. ആദ്യം നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം പറഞ്ഞു, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കെ, അത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് ഉയർത്തി വാഴ്ത്തി എന്നാണ്, അതെടുത്ത് ഉയർത്തി വാഴ്ത്തി. അപ്പം നമ്മളിലുള്ള കഴിവ് എന്താണോ അതിനെ ഒന്ന് ഉയർത്തി വാഴ്ത്തുക, നമ്മളത് എടുത്ത് പ്രയോഗിക്കുക. ഓക്കെ, ഉയർത്തി വാഴ്ത്തുക എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ കാണിക്കുക, ഞാൻ ആരാണ്, എൻ്റെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ എടുത്ത് ഉയർത്തി വാഴ്ത്തുക. ഓക്കെ, അതെടുത്ത് ഉയർത്തി വാഴ്ത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം അലങ്കരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സെൽഫ് റെസ്പെക്റ്റ് അതുപോലെ തന്നെ സെൽഫ് ലവ് നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ച് പോകുന്ന സ്വഭാവത്തിൽ നിന്നും നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വാങ്ങുന്നവരല്ല, കൊടുക്കുന്നവരായി തീരുക. ഓക്കെ, സ്നേഹം എനിക്ക് കിട്ടട്ടെ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ, എന്നെ സഹായിക്കട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും അറിയത്തില്ല, ആരെങ്കിലും എന്നെ സഹായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് നടക്കുവാൻ സാധിക്കൂ, എൻ്റെ കൂടെ ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ചിന്താഗതിയിൽ നിന്നും സ്ട്രോങ് ആയിട്ട് ഞാൻ ശക്തനാണ്, ഞാൻ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ മറ്റുള്ളവർക്ക് കൂട്ടുപോകുന്ന വ്യക്തിയാണ്, എന്നെപ്പോലെ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് സഹായമാകുന്ന വ്യക്തിയാണ് എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷമത്തിൽ നിന്നും പുറത്ത് വരാൻ സാധിക്കും. സ്നേഹം, എന്നെ ആരെങ്കിലും സ്നേഹിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്തയിൽ നിന്നും ഞാൻ ആർക്കെങ്കിലും വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരാശ്വാസമാകും എന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും നമുക്ക് കൂട്ടായി വരുമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളെ തേടി എത്തുന്നു. അതുപോലെ തന്നെ
ഉയർച്ച നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങളെ നോളജ് കൊണ്ട് തന്നെ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നതായി കാണുന്നു. മാനസികമായും സ്ട്രെങ്ത് കൊണ്ടുവരിക. പ്രതികൂല സാഹചര്യങ്ങൾ തളർന്നു പോകുകയല്ല വേണ്ടത്. നിങ്ങൾ ധീരതയോട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജസ്റ്റിസ് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ചെയ്യാത്ത കുറ്റങ്ങൾക്കൊക്കെ നിങ്ങൾ ഞാൻ ചെയ്യാത്ത കുറ്റമാണ്, പക്ഷേ എന്നെ അവർ അപമാനിച്ചു, എന്നാലും വേണ്ടില്ല, ഞാൻ സഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നോളാം എന്നൊക്കെ വിചാരിക്കുന്നവർ അങ്ങനെ സഹിച്ച് ജീവിത അവസാനം വരെ ആ സഹനത്തിലൂടെ കടന്നു പോകുകയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് വാദിക്കുന്നത്, നിങ്ങൾ ജസ്റ്റിസ് നേടിയെടുക്കുന്നത്, ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് വിജയം ലഭിക്കുക. ഓക്കെ, അപ്പം ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുതേ. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ടാരോ കാർഡ്സ് പഠിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റോടുകൂടി പ്രാക്ടിക്കൽ നൽകിക്കൊണ്ട് തന്നെയാണ് ക്ലാസ്സസ് നടക്കുന്നത്. ഓക്കെ, അപ്പം ക്ലാസ്സസ് എടുക്കുന്നവർ ഇതിൻ്റെ അകത്ത് കമൻസ് ഇടുക. നിങ്ങൾക്ക് ക്ലാസ്സസ് എങ്ങനെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും, മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.